നോക്കിയോ, എ സെക്കൻഡറി സെൽ after use can be recharged by passing current through it in opposite direction so that it can be reused again. പ്രൈമറിക്ക് അത് പറ്റത്തില്ല, കാരണം പ്രൈമറിയുടെ റിയാക്ഷൻസ് ഒന്നും റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടത്താൻ പറ്റും. നമ്മൾ കറണ്ടിനെ ഒന്ന് ചേഞ്ച് കൊടുത്താൽ മതി. എക്സ്റ്റേണൽ നമ്മളൊരു കറണ്ട് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഫോണിൽ എന്താ നടക്കുന്നത്? ഫോണിൽ ശരിക്കും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്പ് എന്താ നടക്കുന്നത്? നമ്മൾ കറണ്ടെ കുത്തി അത് ചാർജ് ചെയ്യുന്ന സമയത്ത്, ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആകുന്ന റിയാക്ഷനാണ് നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കെമിക്കൽ എനർജി അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് റിയാക്ഷൻസ് ആണ് ശരിക്കും സെല്ലിൽ നടക്കുന്നത്. അത് എല്ലാ സെല്ലിലും അങ്ങനെ നടക്കില്ല, മനസ്സിലായോ? കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻസ് എല്ലാം റിവേഴ്സിബിൾ ആയിട്ട് നടക്കുന്ന സെല്ലുകളിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ട് സെല്ലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കാഡ് എന്ന് പറയും, നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ്. ഓക്കെ ആണല്ലോ? വേറെ പല ടൈപ്പ് ബാറ്ററി സെക്കൻഡറി സെല്ല് ഉണ്ട്, നമുക്ക് ഇത് രണ്ടേ പഠിക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഇനിയും വേറൊരു കാര്യം കൂടെ, ഒരു ലൈൻ വിട്ടിട്ട് ഇതിനെപ്പറ്റി ഒരു കാര്യം കൂടെ എഴുതിക്കോ. എ സെക്കൻഡറി സെൽ can undergo a large number of charging and discharging cycle. Charging and discharging cycle. കുറേ തവണ ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. അതായത് റിവേഴ്സ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. അതായത് നമുക്കറിയാം, സാധാരണ ഒരു ഇലക്ട്രോലൈറ്റിനകത്തൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ചാർജ്ഡ് ആവും. ആ ചാർജ് എന്ത് ചെയ്യും? ചാർജ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്തിട്ടാണ് ആനോഡിലും കാഥോഡിലും പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിഷൻ നടക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആയത് വീണ്ടും അതിനകത്ത് അലിയും. നമ്മൾ ഒരിടത്ത് പഠിച്ചായിരുന്നു എന്തുവാ, സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് നമ്മളൊരു കണ്ടക്ടിവിറ്റി സെല്ല് ഡിസൈൻ ചെയ്തായിരുന്നു. നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഈസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഈ ചാപ്റ്റർ തന്നെയാണ് തോന്നുന്നു പഠിച്ചത്, അല്ലേ? ഈ ചാപ്റ്റർ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഡിസ്ചാർജ് നടന്നിട്ട് കംപ്ലീറ്റ്ലി പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തപ്പം എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഡിസ്ചാർജ് ആയി പോയ സാധനം എല്ലാം വീണ്ടും ചാർജ് ആവും, വീണ്ടും ഡിസ്ചാർജ് ആവും, വീണ്ടും ചാർജ് ആവും, വീണ്ടും ഡിസ്ചാർജ് ആവും, വീണ്ടും ചാർജ് ആവും. അതുപോലെ തന്നെയാണ് ഇവിടെയും അത് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്സ് എന്ന് എഴുതാം. ടൈപ്സിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഒന്നാമത്തെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ. അപ്പോൾ നോക്കിയോ, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് common batteries used in the automobile and inverters. ഇൻവെർട്ടറിലും നമ്മുടെ ഈ വണ്ടികളിലൊക്കെ നമ്മൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആനോഡ് എന്താണെന്നുള്ളത് എഴുതി വെക്കാം. ആനോഡ് എന്ന് പറയുന്നത്
ലെഡാണ്. അതിനെ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്പോഞ്ചി ലെഡ് എന്ന് പറയും. സ്പോഞ്ചി ലെഡ് എന്ന് പറയും. കാഥോഡ് എന്ന് പറയുന്നത് ഗ്രിഡ് ഓഫ് ലെഡ് പാക്കറ്റ്സ്. ഗ്രിഡ് ഓഫ് ലെഡ് പാക്കറ്റ്സ് വിത്ത് ലെഡ് ഓക്സൈഡ് PbO2 ലെഡ് ഡയോക്സൈഡ് ആണ്. ലെഡ് ഡയോക്സൈഡും ലെഡും കൂടെ ചേർത്തിട്ടുള്ള പാക്കറ്റാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു ഇതിലിങ്ങനെ ഹാങ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ അതിൻ്റെ അകത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ അകത്തെ കാര്യമായി പറയുന്നത്. അതിൻ്റെ ഇതൊന്നും ഓർത്ത് വെക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ ആനോഡ് എന്താ, കാഥോഡ് എന്താ, ആനോഡ് റിയാക്ഷൻ, ഓവറോഡ് റിയാക്ഷൻ ഒക്കെ ചോദിക്കുള്ളൂ. വേറെ ഒന്നും ഇതിനകത്തൊന്നും ചോദിക്കാനില്ല. ഇനി ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ H2SO4 സൊല്യൂഷൻ. അക്വസ് H2SO4 എന്ന് പറഞ്ഞാൽ എന്താ? സൾഫ്യൂരിക് ആസിഡിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത സാധനം. അതാണ് അക്വസ് H2SO4 എന്ന് പറയുന്നത്. അറിയാത്തവർ വേണമെങ്കിൽ H2SO4 + H2 എന്ന് എഴുതിക്കോ, വാട്ടർ എന്ന് എഴുതിക്കോ. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, ആനോഡ് റിയാക്ഷനിൽ ലെഡാണ്. അപ്പോൾ ലെഡിന് എപ്പോഴും ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ലെഡിന് ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെഡിൽ നിന്ന് 2 ഇലക്ട്രോൺസ് മാറുമ്പോൾ Pb2+ ഉണ്ടാവുമെന്ന് എഴുതണം. പക്ഷെ അതിൻ്റെ കൂടെ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ നോക്കണം. ആനോഡ് റിയാക്ഷനകത്ത് എന്തായാലും ലെഡ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ലെഡ് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യും. പക്ഷേ അവിടെ എന്താ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ ഇലക്ട്രോലൈറ്റിനകത്ത് ആരുണ്ട്? H2SO4 ഉണ്ട്. അതിനകത്ത് സൾഫേറ്റ് അയോൺ ഉണ്ട്. അപ്പോൾ ആ സൾഫേറ്റ് അയോണുമായിട്ട് ഇത് ചേരും. എന്നിട്ട് PbSO4 എന്നുണ്ടാവും. ഇവിടെ നിന്ന് വിട്ടുകൊടുത്ത ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിക്കുന്നു. ശരിക്കും നടക്കുന്ന റിയാക്ഷൻ എന്താണെന്നറിയോ? ഇത് എന്ത് ചെയ്യുന്നറിയോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ Pb 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. Pb ലൂസസ് 2 ഇലക്ട്രോൺസ് ആൻഡ് ഫോംസ് എന്താണ്? Pb2+. ആ Pb2+ ഈ H2SO4 ആയിട്ട് ചേർന്നിട്ടാണ് PbSO4 ഉണ്ടാകുന്നത്. നമുക്ക് -2 ഇലക്ട്രോൺസ് ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് +2 ആക്കി എഴുതിയിരിക്കുന്നത്. ഇതാണ് അവിടെ നടക്കുന്ന ബേസിക് റിയാക്ഷൻ. ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതാണ് നമ്മൾക്ക് എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ള ലോജിക്കൽ കൺസെപ്റ്റാണ് ഈ പറഞ്ഞു തന്നത്. ഇനി കാഥോഡ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഇത് ഞാൻ കളയാണ്. ഇവിടെ എന്താ നടന്നതെന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഇത് കാഥോഡ് റിയാക്ഷൻ എഴുതുകയാണ്. കാഥോഡ് റിയാക്ഷൻ നമുക്കറിയാം. ലെഡ് ഡയോക്സൈഡിന്റെ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് എഴുതുക. PbO2 ഇലക്ട്രോലൈറ്റിനകത്ത് ഇല്ലേ? കാഥോഡിനകത്ത്. പിന്നെ ഇലക്ട്രോലൈറ്റ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. ഇലക്ട്രോലൈറ്റിനകത്ത് സൾഫേറ്റ് അയോൺ ഉണ്ട്. SO4 2- ഉണ്ട്. അത് എഴുതുക. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിനകത്ത് നമുക്കറിയാമല്ലോ H2SO4നെ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ അയോൺസും SO4 2- ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ H+ അയോണും ഉണ്ട്. അതും നമ്മുടെ കാഥോഡ് റിയാക്ഷനകത്ത് കാണിക്കണം. പ്ലസ് എന്താണ്? H+ അയോൺ. എന്നിട്ട് അതെന്ത് ചെയ്യുന്നറിയാം? മോളിൽ നിന്ന് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണെ അതങ്ങ് വാങ്ങും. ഗെയിൻ ആണല്ലോ കാഥോഡിൽ നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? PbSO4 ഉണ്ടാകുന്നു. പ്ലസ് എന്തുണ്ടാകുന്നു? H2Oയും ഉണ്ടാകുന്നു. PbSO4ഉം H2Oയും ഉണ്ടാകുന്നു. ഇവിടെ നമ്മുടെ ബാലൻസിങ് ഓർത്തിരിക്കാൻ ഒരു 422 ഓർക്കണം. അതായത് ഇവിടെ 4, ഇവിടെ 2, ഇവിടെയും 2, 422 ഓർക്കണം. 4, 2, 2. ഇനി നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാൻ വേണ്ടി എന്താ എഴുതേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ? ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കൂടെ കൂട്ടി ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിലുള്ള എല്ലാം കൂടെ കൂട്ടി റൈറ്റ് സൈഡിൽ എഴുതുക, കോമൺ ആയിട്ടുള്ളതിനെ വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് നോക്കാം. Pb + SO4 2- പ്ലസ് PbO2 പ്ലസ് വീണ്ടും ഒരു SO4 2- പ്ലസ് 4H+ പ്ലസ് 2 ഇലക്ട്രോൺസ്. റൈറ്റ് സൈഡിൽ PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് PbSO4 വീണ്ടും പ്ലസ് എന്താണ്? 2H2O ആണ്. അപ്പം ഒരേപോലുള്ള ആൾക്കാരെ വെട്ടിക്കളയണം. ഇനി ഒരേപോലെ ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് 4ഉം ഇപ്പുറത്ത് 2ഉം ആണെങ്കിൽ കുറച്ച് എഴുതണം. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോണും വെട്ടിക്കളഞ്ഞു. പിന്നെ വേറെ നമുക്ക് ഇവിടെ
SO4 PbSO4 PbO2 SO4 SO4. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവറോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് രണ്ട് SO4 2 മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ PB പ്ലസ് 2SO4 2 മൈനസ് ഉണ്ടാവും, പ്ലസ് PbO2 ഉണ്ടാവും, പ്ലസ് 4H പ്ലസ് ഉണ്ടാവും. ഗീവ്സ് ഇവിടെ PbSO4 PbSO4 കൂടെ കൂട്ടുമ്പോൾ 2 PbSO4 ഉണ്ടാവും, പ്ലസ് എന്താ 2 H2 ഉണ്ടാവും. ദിസ് ഈസ് ദ ഓവറോൾ റിയാക്ഷൻ. ഈ ഓവറോൾ റിയാക്ഷൻ നമുക്ക് തിരിച്ച് നടത്താൻ പറ്റും, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോണം കേട്ടോ. ആരോ അതിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇട്ടേക്കണം, റിവേഴ്സിബിൾ ആണ് എന്ന് കാണിക്കാം. എന്നിട്ട് താഴോട്ടൊരു കാര്യം കൂടെ ഒന്ന് എഴുതിയിട്ടേര്. This reaction is reversible under the action of external electricity. Under the action of external electricity. External electricity. That's why lead storage batteries. That's why lead storage battery is rechargeable. ആ നിക്കൽ കാഡ്മിയം കൂടെ ഉണ്ട്, അതും കൂടെ തരികയാണ്. ഒരു 4 റിയാക്ഷൻ ഒന്നും ഓവറോൾ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി, ബൈ ഹാർട്ട് ചെയ്യുക, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ആനോഡ് ക്യാഥോഡും ഇലക്ട്രോലൈറ്റ് എന്താണെന്നും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫ്യൂവൽ സെല്ലും കൊറോഷനും കൂടെ പഠിപ്പിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ എടുത്ത സമയം ഇനിയും ഒരു ചാപ്റ്ററിനും എടുക്കത്തില്ല. ഒരു ചാപ്റ്ററിന് എടുക്കും കേട്ടോ. അതായത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്ററുണ്ട്. അതിന് മാത്രം കുറച്ച് സമയം എടുക്കും. ബാക്കി എല്ലാ ചാപ്റ്ററും പടപടയും തീരും. ഇത് ഒത്തിരി കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ഒത്തിരി സമയം എടുത്തത്. ഓക്കെ, അപ്പം ഇനിയും അതും കൂടെ എഴുതുകയാണ്. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അതും കൂടെ എഴുതുകയാണ്. നിക്കൽ കാഡ്മിയം ബാറ്ററി ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ. നിക്കൽ കാഡ്മിയം ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി. അതിനകത്ത് ആനോഡ് എന്താണെന്ന് ആദ്യം എഴുതുക. ആനോഡ് എന്ന് പറയുമ്പോഴത്തേക്കും കാഡ്മിയം ആണേ, കാഡ്മിയം ആണ്. ക്യാഥോഡ് എന്താണെന്ന് എഴുതുക. ക്യാഥോഡ് എന്ന് പറയുന്നത് നിക്കൽ ഓക്സൈഡ് ആണ്, NiO2 ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് KOH സൊല്യൂഷൻ ആണ്. KOH സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ ആഡ് ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിനകത്ത് ആനോഡ് ക്യാഥോഡ് റിയാക്ഷൻ ഒന്നും പഠിക്കാനില്ല, ഓവറോൾ റിയാക്ഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഓവറോൾ റിയാക്ഷൻ എഴുതുക. ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാഡ്മിയം എന്ന് പറയുന്നത് ശരിക്കും നിക്കൽ ഹൈഡ്രോക്സൈഡുമായിട്ട് NiOH ത്രൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അവിടെ കാഡ്മിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. വീണ്ടും നിക്കൽ ഹൈഡ്രോക്സൈഡ് തന്നെ NiOH ട്വൈസ് പ്ലസ് എന്താ H2 ഉണ്ടാകും. ഇതാണ് അവിടുത്തെ റിയാക്ഷൻ കേട്ടോ. ഈ റിയാക്ഷനും റിവേഴ്സിബിൾ ആണ്, അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാണ്. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ reversible under the action of external electricity. Under the action of external electricity. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.4 ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.4 വോൾട്ടേജ്. ഇനിയും ശരിക്കും പറഞ്ഞാൽ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിക്കൽ കാഡ്മിയം ബാറ്ററിക്ക് കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് ആയിരിക്കും. പക്ഷേ പ്രശ്നം മാനുഫാക്ചറിങ് അതിനേക്കാളും കുറേ എക്സ്പെൻസീവ് ആണ്. ഈ നിക്കൽ കാഡ്മിയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇക്കണോമി ഇച്ചിരി നമുക്ക് കൂടുതൽ ചിലവാണ്. അതുകൊണ്ടാണ് നമുക്ക് അതായത് ബാറ്ററി മറ്റേതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫും അതിൻ്റെ കാര്യക്ഷമതയും എല്ലാം ഇതിനാണ് കൂടുതൽ. പക്ഷേ ഇതിൻ്റെ വില വളരെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് നിർമ്മിക്കാനുള്ള ചാർജ് വളരെ കൂടുതലാണ്. അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഓൺ കമ്പയറിങ് with the life
with the life of lead storage battery, lead storage battery, lead storage battery, nickel cadmium nickel cadmium cell has better life, and its manufacturing is also expensive. Its manufacturing is also expensive. Manufacturing is also expensive. ഇതോടെ സെല്ലിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി സെല്ലിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ നമ്മുടെ ആ H2O2 ഫ്യൂവൽ സെല്ലുകളുണ്ട്. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനോ 2 മാർക്കിനോ. അപ്പോൾ അത് നല്ലതായിട്ട് പഠിക്കണം. അതും കുറേശ്ശൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഒറ്റ ക്ലാസ് ഒരു 1 hour ക്ലാസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.